പിന്നെ ഒരൊറ്റ കാര്യോടും പറയട്ടോ, അറഫന്റെ അന്ന് സുബൈക്കാണ് തെക്കുബീർ തുടങ്ങുക, നിസ്കാരത്തിന്റെ തെക്കുബീർ. ഈ തെക്കുബീർ ഇവിടെ 2 തെക്കുബീറുണ്ട്. ഒന്ന് മുർസലായ തെക്കുബീർ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ടൈമൊന്നുമില്ല, അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് പെരുന്നാളിന്റെ അന്നത്തെ തലേന്നത്തെ ഉറൂബുണ്ടല്ലോ, മഗ്‌രിബ്, നമ്മൾ അറഫന്റെ നോമ്പായിട്ട് തുറക്കുമല്ലോ. അറഫന്റെ നോമ്പ് തുറക്കല് മഗ്‌രിബ് കൊടുക്കുമ്പോൾ അതോടുകൂടെ തെക്കുബീറാണ് ചൊല്ലിയിട്ട് തുടങ്ങിയിട്ട് നിസ്കാരം വരെ തെക്കുബീർ ചൊല്ലലാണ്. അത് നിസ്കാരം കൊണ്ടൊന്നും സമയത്തിന് നിശ്ചിതമല്ല. അപ്പോൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. വേറൊരു തെക്കുബീറുണ്ട്, മുഖയ്യതായ തെക്കുബീർ. അത് നിസ്കാരത്തിന് ശേഷം മാത്രമുള്ളതാണ്. അത് 5 ദിവസമുണ്ട്. അറഫന്റെ സുബൈക്ക് തുടങ്ങും. ഇപ്പോൾ ബുധനാഴ്ച സുബൈസ്കരിക്കൂലേ, സുബൈസ്കാരത്തിന്റെ ശേഷം തുടങ്ങിയാൽ പിന്നെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷം സുന്നത്തിലും ഫറദിലും ഒക്കെ സലാം വീട്ടിയ ഉടനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എത്ര ദിവസം ഉണ്ട്? 5 ദിവസം. അറഫന്റെ ഒന്നുണ്ട്, പെരുന്നാളിന്റെ ഒന്നുണ്ട്, തുടർന്നുള്ള 3 അയ്യാമത്തെ ശരീക്കിന്റെ നാളുകളിലും അതുണ്ട്. അതൊക്കെ പള്ളിക്ക് ജമാഅത്തിനുമായിട്ട് ഉറക്കങ്ങനെ തെക്കുബീറൊക്കെ ചെല്ലിയാൻ പറ്റും പോലെ അപ്പോഴേ പെരുന്നാളിനൊരു അർത്ഥമുള്ളൂ. നമുക്ക് ഇസ്ലാമിൽ ഒരു അർത്ഥമില്ലാത്ത ആഘോഷങ്ങളൊന്നുമില്ല. ഈ ആഘോഷം എന്തിൻ്റെ പേരിലാണ്? ഇതിൻ്റെ ഒക്കെ ആഘോഷമാണ്. ഇങ്ങനത്തെ ഈ മൗഫറത്തും ഈ റഹ്മത്തൊക്കെ പാടെ കിട്ടിയതിൻ്റെ പേരിലുള്ള ഏതാണ്? അതിന് പരിശ്രമിക്കാതെ വെറുതെ ഇങ്ങനെ പെരുന്നാളെന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? ഊട്ടിക്കൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല. ഊട്ടിനെ പറ്റിയും ജമ്മുവിനെ പറ്റിയും ഖസറിനെ പറ്റിയൊക്കെ പറയാണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് പറഞ്ഞു, ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അതിലിപ്പോൾ വെറും നാടാണാൻ പോകുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഒരു ഉദ്ദേശമില്ലാതെ വെറും നാടാണാൻ പോകുമ്പോൾ ഈ ആനുകൂല്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റി ഒന്നുകൂടി വിശദീകരിക്കാണ്ട്. പിന്നെ ജമ്മും ഖസറിനമാർക്കല്ല ജമ്മു എന്നൊക്കെ ചിലവരൊക്കെ സംസാരിച്ചല്ലോ. അതിലൊക്കെ ചില പോയിന്റൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഞാൻ പറയാം. ഇന്നിപ്പോൾ പോകേണ്ട ടൈമായി. എനിക്കവിടെ 10:30 നിൽക്കാറുണ്ട്. ഞാൻ നിൽക്കണ മേലിൽ. ഞാൻ ഈ പറയണത് എന്താ വെച്ചാൽ, പിന്നെ പെരുന്നാൾ നിസ്കാരമാണ് ഏറ്റവും വലിയ സുന്നത്ത് നിസ്കാരം. പെരുന്നാൾ നിസ്കാരമാണ്. സുബൈ നിസ്കരിച്ചാൽ പെരുന്നാൾ നിസ്കാരം കാത്തോടെ ഇരിക്കുമ്പോഴൊക്കെ കിട്ടുന്നത് ആ നിസ്കാരമാണ്. തെക്കുബീർ ചൊല്ലി അവിടെ ഇരുന്നാൽ ഹജ്ജിൻ്റെ കൂലിയാണ്. ആ സാധുക്കോടെ വലിയടങ്ങാറായിട്ട് ഹജ്ജ് ചെയ്യാണ്. ആ കൂലിയാണ്. നമുക്ക് ഒരടങ്ങാറില്ല. നമുക്ക് കുറച്ചൊരു മണിക്കൂർ സുബൈസ്കരിച്ചിട്ട് പള്ളിയിൽ ഇരുന്നാൽ മതി. പക്ഷെ ഈമാൻ വേണം, എന്നാതിരിക്കാൻ കഴിയും.